ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ലെസൺ ആണ് തുടങ്ങാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. അതായത് പുതിയൊരു ലെസണാണ്. നവമഹാപാഠ, 9ാമത്തെ ലെസണാണ്. നവമഹാപാഠ. എന്താ അതിൻ്റെ പേര്? അന്നാദ് ഭവന്തി ഭൂതാനി. അന്നാദ് ഏത് വിഭക്തി? അത് പഞ്ചമിയല്ലേ? അന്നത്തിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം. അന്നാദ് ഭവന്തി ഭൂതാനി. അന്നാദ് ഭൂതാനി ഭവന്തി. ഭൂതാനി എന്ന് പറഞ്ഞാൽ സർവ്വജീവജാലങ്ങളാണ് ഭൂതാനി. ഭൂതം ഭൂതേ ഭൂതാനി. അത് പ്രഥമ വിഭക്തി, പ്രഥമ ബഹുവചനം. അപ്പം അന്നാദ് ഭൂതാനി ഭവന്തി. അന്നത്തിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും ഭവന്തി ഉണ്ടാകുന്നത് എന്നാണ്. അതിനെക്കുറിച്ചാണ് ഒരു പാഠം. നോക്കിക്കോളൂ, ഞാൻ വായിക്കാം. ഭാരതസ്യ പ്രതിഷ്ഠേ ദ്വേ സംസ്കൃതം സംസ്കൃതിഃ ച. ഭാരതസ്യ വിശിഷ്ടം പ്രാചീനം ജ്ഞാനം സംസ്കൃതാശ്രിതം വർത്തത്തെ. സംസ്കൃതിഃ അപി സംസ്കൃതാശ്രിതാ ഭവതി. അസ്മാകം പ്രാചീനാः ഋഷിമുനയः വിദ്വാംസः ഗണിതജ്ഞാः ഖഗോളവിജ്ഞാനിനः ഭൂഗർഭശാസ്ത്രജ്ഞാः ശില്പകലാപ്രവരാः സംഗീതനാട്യകലാവിശാരദാः തന്ത്രജ്ഞാനനിപുണാः ആയുർവേദാദിവൈദ്യശാസ്ത്രധുരന്തരാः ജലവായുപ്രകൃതിവാതാവരണജ്ഞാः വാസ്തുസ്ഥാപത്യകലാപ്രവരാः ജീവശാസ്ത്രസ്യ രസായനശാസ്ത്രസ്യ ലോകശാസ്ത്രസ്യ ച വിജ്ഞാതാരः രാജനീതിജ്ഞാः അർത്ഥശാസ്ത്രജ്ഞാः മനോവിജ്ഞാനിനः തർക്കനിഷ്ണാതാരः പാകശാസ്ത്രവിശിഷ്ടാः സൗന്ദര്യശാസ്ത്രജ്ഞാः നീതിശാസ്ത്രനിപുണാः വിധിവിധാനപാരംഗതാः ധർമ്മശാസ്ത്രപ്രവീണാः സൃഷ്ടിവിജ്ഞാനജ്ഞാः ആചാര്യാः ഭാരതവർഷസ്യ യശഃ ചതുർഷു ദിക്ഷു വിസ്താരിതവന്തഃ. വലിയൊരു സെൻറ്റൻസ് അല്ലേ? ഭാരതസ്യ പ്രതിഷ്ഠേ ദ്വേ സംസ്കൃതം സംസ്കൃതിഃ. ഭാരതസ്യ പ്രതിഷ്ഠ, ഇതിൻ്റെ അടിസ്ഥാനം, ഭാരതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധി ദ്വേ, രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സംസ്കൃതം സംസ്കൃതിഃ. സംസ്കൃതവും സംസ്കൃതിയും ഉണ്ട്. സംസ്കാരം. ഭാരതസ്യ വിശിഷ്ടം പ്രാചീനജ്ഞാനം സംസ്കൃതാശ്രിതം വർത്തതേ. ഭാരതസ്യ വിശിഷ്ടം പ്രാചീനം ജ്ഞാനം. പ്രാചീനം എന്ന് പറഞ്ഞാൽ പുരാതന ഏൻഷ്യൻ ആയിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് സംസ്കൃതമാശ്രിതം, സംസ്കൃതത്തെ ആശ്രയിച്ചുള്ളതാകുന്നു. വർത്തതേ എന്നുള്ളത് ലട്ടാണ്, പരസ്മൈപതിയാണ്. വർത്തതേ, വർത്തേതേ, വർത്തതേ, അത് ആത്മനേപതിയാണ്. വർത്തതേ എന്നുള്ളത് ആത്മനേപതിയാണ്, വർത്തിക്കുന്നു. അതായത് പ്രാചീന ജ്ഞാനം സംസ്കൃതത്തെ ആശ്രയിച്ചാണ് ഉള്ളത് എന്നുള്ളത്. സംസ്കൃതിഃ അപി സംസ്കൃതാശ്രിതാ ഭവതി. സംസ്കൃതിയും എന്താണ്? സംസ്കൃതത്തെ ആശ്രയിച്ചാണ് ഉള്ളത്. അസ്മാകം പ്രാചീനാः ഋഷിമുനയः. അസ്മാകം നേരത്തെ വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അസ്മാകം ഷഷ്ടി ബഹുവചനമാണ്. മമ അവയോഹോ അസ്മാകം, ഞങ്ങളുടെ. അസ്മാകം പ്രാചീനാः ഋഷിമുനയः. പ്രാചീനാः പുരാതനാः, പഴയ. ഋഷിമുനയः. ഋഷിമുനയः, മുനി എന്നുള്ള ശബ്ദം ഇകാരാന്തമാണ്. മുനിഹി മുനി മുനയः. മുനിമാർ. മുനിഹി മുനി മുനയः. മുനിഹി മുനി മുനയഃ. മുനിമാർ പ്രഥമ വിഭക്തിയാണ്. പ്രഥമ ബഹുവചനമാണ് മുനയ. അപ്പം ഏത് മുനിയാണ്? ഋഷിമുനയഃ. മുനിമാർ. എപ്പോഴത്തെ? പ്രാചീനാः. ഋഷിമുനയഃ വിദ്വാംസഃ. പണ്ടുള്ള ഋഷിമാർ എങ്ങനെയായിരുന്നു? വിദ്വാംസഃ. വിദ്വാംസോ വിദ്വാംസഃ എന്നാണ് പ്രഥമ ബഹുവചനം. വിദ്വാംസഃ, വിദ്വാൻമാർ. ഗണിതജ്ഞാः. ഗണിതജ്ഞരാരാണ്? മാത്തമാറ്റീഷ്യൻസ്. പണ്ടത്തെ ഋഷിമാർ ഇങ്ങനെ ഇവരൊക്കെ ആയിരുന്നു, ഇവരിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുകയാണ്. മാത്തമാറ്റീഷ്യൻ. ഗണിതജ്ഞാः ബഹുവചനം. ഗണിതജ്ഞാः
ഖഗോള വിജ്ഞാനിനഃ, ഖഗോള വിജ്ഞാനിനഃ, പിന്നെ ജിയോഗ്രഫേഴ്സ്. പിന്നെ ഭൂഗർഭ ശാസ്ത്രജ്ഞാഹ, ഭൂഗർഭശാസ്ത്രം ജിയോളജിക്കൽ അല്ലേ, ജിയോളജി അതിൽ അങ്ങനെയുള്ളവർ. ശില്പകലാപ്രവരാഹ, ശില്പകല എന്താ, സ്കൾപ്ചേഴ്സ് ഉണ്ടാകുന്നത്, സ്കൾപ്ചർ ഉണ്ടാക്കുന്നവരിൽ. പ്രവരാഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠാഹ, ഒരു പ്രവരാഹ, അത് എല്ലാം കുറേ വാക്കുകൾ അങ്ങനെ വരുന്നുണ്ട്. പ്രവരാഹ അതൊന്ന്. ഇനിയും ഇതുപോലെ പലതും വരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് അവിടെ ഞാൻ എഴുതിയത്. പ്രവരാഹ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠാഹ, ശില്പകലയിൽ മിടുക്കരായിട്ടുള്ളവർ, ക്ലവറായിട്ടുള്ളവർ. സംഗീത, നാട്യം നൃത്തം. കലാവിശാരദാഹ, കലയിലും വിശാരദാഹ, അടുത്ത വാക്കാണ് വിശാരദാഹ. അതും ശ്രേഷ്ഠാഹ എന്നുള്ള അർത്ഥമാണ്, മിടുക്കർ, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ എന്നൊക്കെയുള്ള അർത്ഥം. പിന്നെ തന്ത്രജ്ഞാന നിപുണാഹ എന്ന് പറഞ്ഞാൽ നിപുണർ, സമർത്ഥർ എന്നുള്ള അർത്ഥം. നിപുണാഹ തന്ത്രജ്ഞാന നിപുണാഹ. എന്തിൽ തന്ത്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നതിൽ നിപുണരായിട്ടുള്ളത് എന്ന് പറയും. പിന്നെ തന്ത്രജ്ഞാന നിപുണാഹ ആയുർവേദാദി വൈദ്യശാസ്ത്രധുരന്തരാഹ. വൈദ്യശാസ്ത്രം ഏതൊക്കെ, ആയുർവേദം, അലോപ്പതി, അങ്ങനെയുള്ള എല്ലാ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടത്. ആയുർവേദാദി, അതുകൊണ്ട് ആദി പറഞ്ഞു, മുതലായ. വൈദ്യശാസ്ത്രധുരന്തരാഹ, അടുത്തതാണ് ധുരന്തരാഹ, അതും ധുരന്തരാഹ. അടുത്ത വാക്കാണ് ധുരന്തരാഹ. ഇതെല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത്. വൈദ്യശാസ്ത്ര ധുരന്തരാഹ. ജല, വായു, പ്രകൃതി, വാതാവരണജ്ഞാഹ. ജലവുമായിട്ട് ബന്ധപ്പെട്ട വായു, പ്രകൃതി, അറ്റ്മോസ്ഫിയർ, വാതാവരണം, അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വാതാവരണജ്ഞാഹ. വാസ്തു, സ്ഥാപത്യ, കലാപ്രവരാഹ. വാസ്തു പറയുന്നത് നമ്മൾ വീടൊക്കെ വെക്കുമ്പോഴത്തേക്ക് വാസ്തു, സ്ഥാപത്യകല, ആർക്കിടെക്ചർ അങ്ങനെയുള്ളതിൽ പ്രവരാഹ നേരത്തെ വന്നല്ലോ ഇവിടെ. പ്രവരാഹ ശ്രേഷ്ഠ, മിടുക്കർ. പ്രവരാഹ. ജീവശാസ്ത്രം എന്താണ്, ബയോളജി. ജീവശാസ്ത്രസ്യ ഷഷ്ഠി ഏകവചനം, ബയോളജി. പിന്നെ രസായനശാസ്ത്രം എന്താണ്, കെമിസ്ട്രി. രസായനശാസ്ത്രസ്യ, രസം മുതലായ ഉപയോഗിക്കില്ലേ, രസമൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ കെമിസ്ട്രി. രസായനശാസ്ത്രസ്യ എല്ലാം ഷഷ്ഠി ഏകവചനമാണ്. ലോഹശാസ്ത്രം എന്താണ്, ലോഹം, മെറ്റലർജി, അതുമായിട്ട് ബന്ധപ്പെട്ട ലോഹശാസ്ത്രസ്യ, അതും ഷഷ്ഠി. വിജ്ഞാതാരഹ, അതും ഇതുമായിട്ട് ബന്ധമുള്ള വിജ്ഞാനികൾ. രാജനീതിജ്ഞാഹ, രാജനീതി എന്താണ്, രാജനീതി വരുന്നത് രാജനീതി, പൊളിറ്റിക്സ്. അർത്ഥശാസ്ത്രജ്ഞാഹ, അർത്ഥശാസ്ത്രം എന്താണ്, എക്സ്പേർട്സ് ഇൻ സയൻസ് ഓഫ് എക്കണോമിക്സിലെ എക്സ്പെർട്ടായിട്ടുള്ളവരാണ് അർത്ഥശാസ്ത്രജ്ഞാഹ. പിന്നെ മനോവിജ്ഞാനിനഃ, മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന് പറയില്ലേ, മനോവിജ്ഞാനിനഃ. നിഷ്ണാതാരഹ എന്നൊരു വാക്ക് വന്നു, അതും എന്താണ്, നിഷ്ണാതാരഹ. തർക്കനിഷ്ണാതാരഹ, തർക്ക വിഷയത്തിൽ മിടുക്കർ. പാകശാസ്ത്ര വിശിഷ്ടാഹ, പാകശാസ്ത്രം എന്താ, കുക്കറിയിൽ. പാകശാസ്ത്ര വിശിഷ്ടാഹ, അതിലും വൈശിഷ്ട്യമുള്ളവർ. സൗന്ദര്യശാസ്ത്രജ്ഞാഹ, സൗന്ദര്യശാസ്ത്രം എന്താ, ബ്യൂട്ടീഷ്യൻ അല്ലേ, സൗന്ദര്യശാസ്ത്രജ്ഞാഹ, ശാസ്ത്രജ്ഞന്മാർ.
നീതിശാസ്ത്ര നിപുണാഹ. നീതിശാസ്ത്രം എന്താണ്? ഫിലോസഫി, അതുപോലെ എത്തിക്സ് എന്നൊക്കെ പറയാം. നീതിശാസ്ത്ര നിപുണാഹ വന്നല്ലോ. നിപുണാഹ വിധി വിധാന പാരംഗതാഹ. വിധിക്കുക, ശിക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, അത് വിധാന. പാരംഗതാഹ അടുത്ത വാക്കാണ് പാരംഗതാഹ. വിധി വിധാന പാരംഗതാഹ. പാരംഗത മറുകര കണ്ടവൻ, എല്ലാത്തിൻ്റെയും മറുകര കണ്ടവൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം എക്സ്പെർട്ട് എന്ന് കാണിക്കുകയാണ്. പാരംഗതാഹ. ധർമ്മശാസ്ത്ര പ്രവീണാഹ. ധർമ്മശാസ്ത്രത്തിൽ പ്രവീണാഹ വന്നിട്ടില്ലല്ലോ. പ്രവീണർ മിടുക്കർ എന്നുള്ള അർത്ഥമാണ്. പ്രവീണാഹ. സൃഷ്ടി വിജ്ഞാനജ്ഞാഹ. സൃഷ്ടികൽപ്പനയിൽ വിജ്ഞാനമുള്ളവർ. നീതിശാസ്ത്ര നിപുണാഹ. നീതിശാസ്ത്ര അത് കഴിഞ്ഞല്ലോ. സൃഷ്ടി വിജ്ഞാനജ്ഞാഹ. ആചാര്യാഹ. ആചാര്യന്മാർ അറിയാലോ, അധ്യാപകർ. ഭാരതവർഷസ്യ യശഃ ചതുർഷു ദിക്ഷു വിസ്താരിതവന്തഃ. ഭാരതവർഷസ്യ യശഃ ഫെയിം, കീർത്തി. കസ്യ യശഃ? ഭാരതവർഷസ്യ, ഭാരതത്തിൻ്റെ യശസ്. ചതസ്രുഷു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4 ദിക്കിലും 4 ദിക്കിലും. അപ്പം ചതസ്രുഷു ദിക്ഷു വിസ്താരിതവന്തഃ എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ആയിരുന്നു പണ്ട് ഋഷി, പിന്നെ പ്രവരാഹ. ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം മിടുക്കരായിട്ടുള്ള ഋഷിമാർ ഉണ്ടായിരുന്നു പണ്ട് എന്ന് കാണിച്ചതാണ്. അധുന നൗ, ഇന്ന്. അഭി എന്താ? ഒരു അവ്യയമാണ്. എന്താ അവ്യയം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവ്യയം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നാമങ്ങൾ നൗണും ഒക്കെ എങ്ങനെയാണ്? സംസ്കൃതത്തിൽ 3 ജെൻഡേഴ്സ് വരും, 3 പിന്നെ വചനം വരും, ഇതെല്ലാം വരും. പക്ഷെ ഇങ്ങനെ ഈ അവ്യയങ്ങൾക്ക് മാത്രം അങ്ങനെ ഒന്നുമില്ല, ഒരുപോലെ നിലനിൽക്കുന്നു അഭി. അപ്പോൾ ഇവിടെ അഭി ഒരു അവ്യയമാണ്. അധുന അഭി, ഇന്നും. സംസ്കൃത ഗ്രന്ഥങ്ങളെ ഏത് വിഭക്തിയാണ്? ദ്വിതീയ ബഹുവചനമാണ്. സംസ്കൃത ഗ്രന്ഥങ്ങളെ ആശ്രിത്യ നിങ്ങൾ പഠിച്ച ല്യപ്പെന്നൊരു പ്രത്യയം വരും, അതാണ് ആശ്രയിച്ചിട്ട്. അനേകേ ജനാഹ മെനി പീപ്പിൾസ്. വൈജ്ഞാനികരായിട്ടുള്ളവർ. ശീഘ്രം കുർവന്തഃ സന്ധി. അവിടെ ശുദ്ധീകരണം നടക്കുകയാണ്. അതായത് വൈജ്ഞാനികർ ശോധം കുർവന്തി, അല്ല ശോധം കുർവന്തഃ സന്ധി. ശോധം എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഭാരതീയ ദർശനശാസ്ത്രേഷു സൃഷ്ടേഃ ഉത്പത്തിവിഷയെ നൈകേ വിചാരാः പ്രതിപാദിതാः സന്തി. ഭാരതീയ ദർശനശാസ്ത്രേഷു, സപ്തമി ബഹുവചനം, ദർശനശാസ്ത്രങ്ങളിൽ. സൃഷ്ടിയുടെ ഉത്പത്തി വിഷയം, തുടക്കം. ഉത്പത്തി തന്നെ ഉണ്ടാകുന്നതിനെ കുറിച്ച്. നൈ ഏകേ, ന പ്ലസ് ഏകയാണ് നൈകേ. ന പ്ലസ് ഏകേ നൈകേ. നൈകേ എന്നുള്ള വാക്ക് പിരിച്ചു പറയുന്നത് ന പ്ലസ് ഏകേ, ഒന്നല്ല എന്നുള്ള അർത്ഥത്തിൽ. നൈകേ വിചാരാഹ പ്രതിപാദിതാഹ സന്തി. ഒരു കാര്യമല്ല, ഒരു വിചാരമല്ല, പല പല കാര്യങ്ങളാണ്. സന്തി അസ്തിസ്തഃ സന്തി പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഏതാദൃശാഹ പ്രമുഖാഹ വിചാരാഹ വൈദിക വാങ്യേ ലൗകിക വാങ്യേ ച വർത്തന്തേ. വൈദിക വാങ്യേ എന്ന് പറഞ്ഞാൽ വൈദിക സാഹിത്യം,
വൈദിക സാഹിത്യത്തിലും ലൗകിക സാഹിത്യത്തിലും, അതാണ് ലൗകിക വാങ്യേച്ച വർത്തന്തേ. ഇത് ഇങ്ങനെയുള്ള പല വിചാരങ്ങളും വൈദിക സാഹിത്യത്തിലും ലൗകിക സാഹിത്യത്തിലും ഉണ്ട്. വർത്തതേ വർത്തതേ വർത്തേതേ വർത്തന്തേ ആത്മനേപതിയാണത്. തേഷു തേഷു നിയമം തസ്മിൻ തയോഹോ തേഷു അവയിൽ. തേഷു എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളും എഴുതാം. തസ്മിൻ തയോഹോ തേഷു. അപ്പോൾ തേഷു എന്താണ്? അവയിൽ, ഏവയിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ. സപ്തമി ബഹുവചനമാണ്. ഇത് തസ്മിൻ തയോഹോ തേഷു എന്നുള്ളത്. തേഷു അവയിൽ സൃഷ്ടിക്രമസ്യ വിഷയേ വയം പഠാമഹ. വയം കിം പഠാമഹ? സൃഷ്ടിക്രമസ്യ, സൃഷ്ടിക്രമം, സൃഷ്ടി എങ്ങനെ ഉണ്ടാകുന്നു അതിൽ. തേഷു എന്ന് പറഞ്ഞാൽ അതിൽ. സൃഷ്ടിക്രമസ്യ, സൃഷ്ടിക്രമത്തിൻ്റെ എന്ന വിഷയത്തെ വയം പഠാമഹ, നമുക്ക് പഠിക്കാം. പഠാമഹ എന്നുള്ളത് എന്തെന്നാണ്? പഠാമി, പഠാവഹ, പഠാമഹ. പടുധാതുവാണ്. അതിൻ്റെ എന്താണ്? ഉത്തമ പുരുഷനാണ്. പഠാമി, പഠാവഹ, പഠാമഹ എന്നുള്ളത് ഉത്തമ പുരുഷനാണ്. പഠാമി, പഠാവഹ, പഠാമഹ. എന്താ അത്? നമുക്ക് പഠിക്കാം. നമ്മൾ പഠിക്കുന്നു. നമ്മൾ എന്താണ് പഠിക്കുന്നത്? അതിൽ സൃഷ്ടിക്രമസ്യ വിഷയമാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പഠാമി എന്ന് പറയുമ്പോൾ ഉത്തമ പുരുഷനാണ്. അഹമാണെങ്കിൽ അഹം പഠാമി ആവാം. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ആവാം പഠാവഹ. ഞങ്ങൾ എല്ലാവരും ആണെങ്കിൽ വയം പഠാവഹ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളിത് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.